എന്നോട് നമ്മുടെ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്, ദിനേശേ, അതിവിനയം കാണിക്കുന്ന ഒരാളെയും ദിനേശ് ജീവിതത്തിൽ വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ അവളുമാരെ നമ്മളെ ചതിക്കും, അത് ഉറപ്പാ. കാരണം ഈ അതിവിനയം കാണിക്കുന്നവൻ പച്ച കള്ളനായിരിക്കും. കള്ളമേ ജീവിതത്തിൽ കാണിക്കും. അത് അങ്ങനെയുള്ളവനാണ് ഈ അതിവിനയം കാണിക്കുന്നത്. ഇനി പുറത്തിറങ്ങിയുള്ള അഭിനയം നിർത്ത്. ആ കേശവക്കുറുപ്പിന് നിന്നോട് നല്ല ദേഷ്യമുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ നടൻ ജയറാമിൻ്റെ കാര്യം തന്നെ എടുക്കാം. ആരെങ്കിലും അറിഞ്ഞ കുഴപ്പമുണ്ടാക്കരുത്. അയാളെ നമുക്ക് അതിവിനയത്തോടെ അല്ലാതെ മമ്മൂട്ടിയെ പോലെയോ പ്രണവ് മോഹൻലാലിനെ പോലെയോ നമുക്ക് കാണാനേ കഴിയില്ല. അല്പം കൂടി വെള്ളം. എല്ലാം സഹിക്കാനുള്ള ശക്തി നീ സംഭരിക്കും. നീ ഒന്നും കാര്യമാക്കണ്ട എന്ന് മാത്രമല്ല, ജയറാമിനെ പോലെ ഇത്തരം നാട്യമുള്ളൊരു മുഖം ജയറാമിൻ്റെ മകൻ കാളിദാസിന് പോലും കാണാൻ കഴിയില്ല എന്നാണ് എൻ്റെ നിരീക്ഷണം. ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എൻ്റെ നായരെ. ഒളിഞ്ഞു നിന്ന ജയറാമിനെ വെച്ച് സൂപ്പർ ഹിറ്റുകൾ തുടർച്ചയായി നൽകിയ രാജസേനോട് ഇയാൾ കാട്ടിയ പ്രവൃത്തി ഒട്ടും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതല്ലല്ലോ. എന്റെ ദൈവമേ, ഏത് നേരത്താണാവോ നീ എന്നെ മല കയറ്റിയത്? നീ പോടേ, പല കൂലി കിടന്ന ജോലിക്ക് പോടേ. ആദ്യ സിനിമയിൽ അഭിനയിക്കാൻ അപരൻ്റെ സെറ്റിൽ ചെന്നിടം മുതൽ സുരേഷ് ഉണ്ണിത്താനുമായി ഉണ്ടാക്കിയെടുത്ത നല്ല സൗഹൃദം ഉണ്ടായിരുന്നു ജയറാമിന്. അതെ അതെ, എന്തതെ വെറുതെ വരാതെ. അങ്ങനെയുള്ള സുരേഷ് ഉണ്ണിത്താൻ ഒരു കഥ പറയാൻ തിരുവനന്തപുരത്തെ ഹോട്ടൽ ഗീതിൽ റിസപ്ഷനിൽ 2.5 മണിക്കൂർ ജയറാമിൻ്റെ തിരുമുഖം കാണാനായി കാത്തിരുന്നു. സാറ് തൂക്കിയിട്ടിറുക്ക് എന്നാണ് ഇയാളെ കൂടെയുള്ള എർത്ത് പറഞ്ഞത്. തൂക്കിയിട്ടിറുക്കെന്ന്. കാത്തിരുന്ന സുരേഷ് ഉണ്ണിത്താൻ്റെ മുന്നിലൂടെ സുരേഷ് ഉണ്ണിത്താനെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത അപരിചിതത്വം കാണിച്ച് കാറിൽ കയറിപ്പോയി 2.5 മണിക്കൂറിന് ശേഷം. എന്റെ മുടിപ്പര അമ്മജി ഇതെന്തൊരു ജമ്മം. വേണ്ട. ക്യാമറയ്ക്ക് മുന്നിലല്ല, സ്വന്തം ജീവിതത്തിലാണ് ഈ നടൻ്റെ യഥാർത്ഥ അഭിനയം നടക്കുന്നത്. കാണുന്നവർക്ക് തോന്നും, ഷോ എന്തൊരു നിഷ്കളങ്കനായ മനുഷ്യൻ. അമ്മയെ അച്ഛൻ തിരുമണം നടത്തിയത് കേരളത്തിൽ, പിള്ളേരെ ഉണ്ടാക്കിയത് കേരളത്തിൽ, പഠിപ്പിച്ച് വലുതാക്കി ഉത്സവപ്പറമ്പുകളിൽ മിമിക്രി കളിക്കാൻ പോയത് കേരളത്തിൽ. പക്ഷേ തമിഴൻ്റെ ക്യാമറ കണ്ടാൽ പറയും, മാതൃഭാഷ എൻ്റേത് തമിഴ്. ഒരു യൂട്യൂബർ പറയുന്നത് 2 രൂപയുടെ എളിമ ഇടേണ്ടിടത്ത് 2000 രൂപയുടെ എളിമ ഇട്ടുകളയും ജയറാം എന്നാണ്. അതിന്റെ പേര് താനിപ്പോ ഒത്തിരി ഓവറാവുണ്ടെന്ന് കേട്ടല്ലോ. ട്രൂപ്പ്. അതെ. ഓ, തനിക്ക് നാണമില്ല. അമ്മ വന്ന് കുംഭകോണം, അപ്പ വന്ന് പാലക്കാട്. ഞാൻ ജനിച്ചത്, വളർന്നത്, പഠിച്ചത്, പേരുണ്ടാക്കിയത്, സിനിമയിൽ കയറിയത് എല്ലാം മലയാളത്തിലാണ്. അതിൽ നിന്നാണല്ലോ തമിഴിൽ പോയി പൊട്ട വേഷങ്ങൾ ചെയ്യുന്നത്. റാംരാജിന്റെ പരസ്യം നമ്മൾ മറക്കാറായിട്ടില്ല. എൻ്റെ നാടിൻ്റെ താളത്തിൽ അഭിമാനമുണ്ട്, എൻ്റെ നാടിൻ്റെ സംസ്കാരത്തിൽ അഭിമാനമുണ്ട്, എൻ്റെ നാട്ടിൽ ജനിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. പരസ്യത്തിൽ തള്ളോട് തള്ളായിരുന്നു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇതെന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഇവിടെ വന്ന് ചെണ്ട കൊട്ടും, തമിഴ്നാട്ടിൽ ചെന്ന് ഓട്ടി. തമിഴൻ്റെ ക്യാമറ കണ്ടാൽ തമിഴൻ, മലയാളം ക്യാമറ കണ്ടാൽ മലയാളമുണ്ട് ആകും. പിടിച്ചേ, സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ. നീ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച ഈ അണ്ടർവെയർ ഊരി ജനലിൽ കൂടി ഞാൻ തരാം. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ.